Hi friends, welcome to Kairali Health. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഷാംപൂ ആണ്. ഷാംപൂ എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ മേടിക്കുന്ന പതഞ്ഞ് വരുന്ന ടൈപ്പ് അല്ല. നമ്മുടെ മുടിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള നമുക്ക് എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷാംപൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെയർ ഓയിലൊക്കെ ഇട്ട് നല്ലവണ്ണം ഒരു ഹെയർ ഓയിലൊക്കെ ഇട്ടത് നമുക്കത് കഴുകിക്കളയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ചോദിക്കും അത് കഴുകിക്കളയാൻ ഏത് ഷാംപൂ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഡെയിലി ഇട്ടാലും ഒരു കുഴപ്പം വരാത്ത രീതിയിലുള്ള ഒരു ഷാംപൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിന് എടുത്തിരിക്കുന്നത് പയറുപൊടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ചെറുപയറിൻ്റെ പൊടിച്ചത് ഈ ചെറുപയർ മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താണ്. അപ്പം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇത് എടുക്കാം. ഇനി വന്നിട്ട് എടുത്തിരിക്കുന്ന ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയുടെ ജ്യൂസ്, നെല്ലിക്കയുടെ പൊടിയാണ്, അംല പൗഡറാണ് ശരിക്കും എടുക്കേണ്ടത്. അത് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ നെല്ലിക്കയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ ഇത് എന്തിനായി കറി വയ്ക്കുന്ന സാധനം എടുത്തിട്ട് ഇവിടെ കൊണ്ട് കാണിക്കുന്നതെന്ന് ചിലർക്ക് തോന്നാം. ഇത് കണ്ടോ, ഞാൻ ഈ വെണ്ടയ്ക്ക വന്നിട്ട് നല്ലവണ്ണം പാത്രം ഇതിലിട്ടിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി ഒരു 3-4 വെണ്ടയ്ക്ക എടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 1/4 ഗ്ലാസ്സിൽ കുറവ് കണ്ടോ ആക്കിയെടുക്കുക. അപ്പോൾ ആ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് കണ്ടോ, നിങ്ങൾ തൊടുമ്പോൾ തന്നെ ആ ഒരു വഴുവഴുപ്പ് ആവും. അത്രയും നമ്മൾ വറ്റിച്ചെടുക്കണം, എന്നാൽ മാത്രമേ യൂസ് ഉള്ളൂ. അങ്ങനെ ആക്കിയെടുക്കുക. ഇതിൻ്റെ ഗുണം ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വെണ്ടയ്ക്ക നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെണ്ടയ്ക്കയിൽ ഇത് നമുക്ക് ആ വഴുവഴുപ്പ് അത് വന്നിട്ട് നമുക്ക് തലയിലെ ഡാൻഡ്രഫ് കളയാൻ നല്ലതാണ്. പിന്നെ തലയിൽ ഹെയർ വന്നിട്ട് നല്ലവണ്ണം സിൽക്കിയായി നിൽക്കാനും ഗ്ലോ ചെയ്യാനും നല്ലതാണ്. പിന്നെ തലയിൽ ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തലയിൽ ഉണ്ടാവുമല്ലോ ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് യൂസ്ഫുൾ ആണ് ഡെയിലി. പിന്നെ മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും ഇത് ഉണ്ട്. അത്ര എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, പക്ഷെ അത്രയും ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് യൂസാണ്. നമുക്കിത് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ രീതിയിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് തലയിൽ ഇതൊന്ന് ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് കഴുകിക്കളയാം. അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് വെറുതെ ഇതിങ്ങനെ തിളപ്പിച്ച് അതിൻ്റെ ഇത് മാത്രം തലയിലൊന്ന് കുളിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് തലയിൽ എല്ലാ മുടിയിലും എല്ലാം പുരട്ടിയ ശേഷം തേച്ച ശേഷം കഴുകിക്കളയാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനിതിലെടുക്കുന്നത് ഷാമ്പു. അപ്പോൾ ഇതിൻ്റെ യൂസാണ് ഞാൻ പറഞ്ഞ ഷാമ്പു. ഉലുവ പിന്നെ എപ്പോഴും നമ്മുടെ തലമുടിക്ക് എന്നും നല്ലതാണ്. മുടി വളരാനും എല്ലാത്തിനും ഉലുവ നല്ലതാണ്. നമ്മുടെ സാധാരണ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ഉലുവ ഇടാറുണ്ട്, മുടി വളരുന്നതിന് നല്ലതാണ്. പിന്നെ ഇത് നമുക്ക് അതിൻ്റെ പർപ്പസ് നമ്മുടെ തലയിൽ അഴുക്ക് കളയാനും പിന്നെ അങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ ഈ പയറുപൊടി എടുക്കുന്നത്. നെല്ലിക്കയും നമുക്ക് അതേമാതിരി മുടി വളരാനും എല്ലാത്തിനും ഡാൻഡ്രഫ് പോകാനും നമുക്ക് നല്ലതാണ്. നെല്ലിക്കയുടെ ജ്യൂസ്, നെല്ലിക്കയുടെ പൊടി, ആംല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഇത് വന്നിട്ട് ഈ മിക്സിയുടെ ജാർ, ഇതിപ്പോൾ ഞാൻ പയർ പൊടിച്ച ഒരു ജാർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ജാറിലേക്ക് ഞാൻ ഈ ഉലുവ എടുത്തിട്ട് മുഴുവൻ ഇടുന്നതാണ്. നമുക്കിത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. വേണ്ട അപ്പോൾ എടുത്തിട്ട് തല ഇട്ടിട്ട് പിടിപ്പിച്ച് നിൽക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ തന്നെ കഴുകിക്കളയാം. ഇനി അഥവാ നമുക്ക് തലയിൽ പിടിപ്പിച്ച് നിൽക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഷാമ്പൂ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എടുത്തു. ഇനി നമുക്ക് വന്നിട്ട് കുറച്ച് നമ്മുടെ നെല്ലിക്കയുടെ ജ്യൂസ് വന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കത് അരഞ്ഞ് കിട്ടാവുന്ന രീതിക്ക് ഞാൻ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം ഞാനിത് ഇത് ഉലുവ മാത്രം ഞാൻ കുറച്ചുകൂടി നെല്ലിക്കയുടെ ജ്യൂസ് കൂടി ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഈ പൊടി, നമ്മുടെ പയറ് പൊടി ചേർക്കാം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മുടെ വെണ്ടയ്ക്കയുടെ ഇത് കൂടി ചേർക്കുക. അത് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മുടെ തലയിൽ തേക്കാവുന്ന പാകത്തിൽ ആവുന്ന വരെ നമുക്കിതിൽ വെണ്ടയ്ക്കയുടെ അത് ചേർക്കാം. അല്ലാതെ വേറെ വെള്ളം മിക്സ് ചെയ്യരുത്.
ചെയ്ത് നോക്കുക, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഡെയിലി തേക്കാം. നമ്മളൊക്കെ എണ്ണയൊക്കെ ഇപ്പോൾ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ പിന്നെ മറ്റേ വീട്ടിൽ കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ തലയിൽ തേച്ചുന്ന ചിലവർക്ക് അധിക നേരം അത് നിൽക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ഷാമ്പൂ തേക്കുക എന്ന് പലരും ചോദിക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഷാമ്പൂ ആണത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഷാമ്പൂ. ഇതാണ് അതിൻ്റെ കണ്ടോ കൺസിസ്റ്റൻസി കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാമ്പൂ. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക. നെല്ലിക്കയ്ക്ക് പൊടി ഉണ്ടെങ്കിൽ പൊടി വാങ്ങിക്കുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നെല്ലിക്ക സീസണായി കിട്ടില്ല. അപ്പോൾ അംല പൗഡർ എന്ന് പറഞ്ഞിട്ട് കടയിൽ കിട്ടും. അത് വാങ്ങിച്ച് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിക്സ് ചെയ്യാനുള്ള ആ ഒരു ലിക്വിഡിന് വെള്ളത്തിന് പകരം നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പുള്ള തിളപ്പിച്ചെടുത്തിട്ട് വഴുവഴുപ്പുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. തലയിൽ നമ്മൾ എണ്ണയൊക്കെ തേച്ചിന് കുളിക്കാൻ നേരത്ത് ഇത് നല്ലവണ്ണം എന്താക്കി മുടിയിലും എല്ലാ ഭാഗത്തും ഇട്ടിട്ട് കഴുകിക്കളയുക. പിന്നെ നമുക്ക് സോപ്പ് ഷാമ്പു ഒന്നും യൂസ് ചെയ്യരുത്, ഇത് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ അടിപൊളി വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ അറിവ് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.